ദ ഗ്രേറ്റ് ഇന്ത്യൻ പോൾ നോക്കൂ, കേരളത്തിൽ 2 സീറ്റിൽ BJP വലിയ തോതിൽ മുന്നോട്ട് വരുന്നു എന്ന് മാത്രമല്ല, ഞാൻ ഇനി പറയാൻ പോകുന്നത് ആറ്റിങ്ങലിന്റെ കണക്കാണ്. ആറ്റിങ്ങൽ നമ്മളെ അമ്പരപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ത്രികോണ മത്സരത്തിലേക്ക് പോവുകയാണ്. 66,478 വോട്ട് വി ജോയ്ക്കും, 66,476 വോട്ട് അടൂർ പ്രകാശിനും, 64,079 വോട്ട് വി മുരളീധരനും. അതായത് ഒന്നാം സ്ഥാനത്തുള്ള വി ജോയേക്കാൾ വെറും 2,399 വോട്ട് മാത്രം പിറകിലാണ് വി മുരളീധരൻ എന്ന് കാണണം. അങ്ങനെയാണെങ്കിൽ 3 മണ്ഡലങ്ങളിൽ നോക്കൂ, 2 മണ്ഡലങ്ങളിൽ BJP ഏറെക്കുറെ വിജയത്തോടടുക്കുന്ന പ്രകടനം കാഴ്ചവെക്കുന്നു. തൃശൂർ ഉറപ്പിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം 23,288 വോട്ടുകൾക്ക് രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുകയാണ്. ആറ്റിങ്ങലിൽ പോലും അത്ഭുതങ്ങൾ സംഭവിച്ചാൽ നമുക്ക് ബഹുഭൂരിപക്ഷം വോട്ടുകളാനിരിക്കുന്ന ആറ്റിങ്ങലിൽ ലക്ഷണമൊത്തൊരു ത്രികോണ പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു എന്ന് ഈ ഘട്ടത്തിൽ നിസ്സംശയം പറയാൻ ഷൈജു. ആറ്റിങ്ങൽ അപ്രതീക്ഷിതമായി ഉയർന്നു വരുന്നു. ചില എക്സിറ്റ് പോളുകൾ, കേരളത്തെ പറ്റി പറഞ്ഞ എക്സിറ്റ് പോളുകൾക്ക് ഒരു കാര്യം UP-യിലെ കണക്ക് ഞാനെന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ UP-യിൽ ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്ന പാർട്ടി ഏതാണെന്നറിയോ? സമാജ്വാദി പാർട്ടിയാണ്. 36 സമാജ്വാദി പാർട്ടി, അഖിലേഷ് യാദവിന്റെ പാർട്ടി ലീഡ് ചെയ്യുമ്പോൾ BJP ലീഡ് ചെയ്യുന്നത് വെറും 33 മാത്രം. 62 നിന്ന് BJP UP-യിൽ എവിടെ എത്തി നിൽക്കുന്നു? വെറും 33. കോൺഗ്രസ് 8 RLD 2 ആസാദ് മറ്റേ അവരുടെ പാർട്ടി അത് 1 മാത്രം. അങ്ങനെ 44-35 44 ഇന്ത്യ സഖ്യം മുന്നേറുന്നത്. 35 രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ 1,24,629 വോട്ടിനാണ് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ഒരു പക്ഷേ റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി തോറ്റുപോയേക്കുമോ എന്ന് സംശയിച്ചവരുണ്ട്. പക്ഷേ 1,24,629 വോട്ടിന് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ ലീഡ് ചെയ്യുന്നു. 1,24 റായ്ബറേലി എങ്കിൽ 1,86 വയനാട്. സോ രാഹുൽ ഗാന്ധിയുടെ 2 മണ്ഡലങ്ങൾ തമ്മിൽ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ മത്സരിക്കുകയാണ്. ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് UP-യിൽ പറയുമ്പോൾ അവിടെ ഗംഗാതീരം, അവിടെ ഹരിദ്വാറിലെ ഗംഗയല്ല, വാരാണസിയിലെ ഗംഗ, അത് ശ്മശാന ഗംഗയായി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അവിടെ ഗംഗാധരൻ ശ്മശാന ഗംഗയാണ്. അത് BJPക്ക് ഇതാണ് കണക്കെങ്കിൽ അമ്പരപ്പിക്കുന്ന തിരിച്ചടി. ബംഗാളിലേക്ക് നോക്കൂ, 32 സീറ്റിലാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് മുന്നേറുന്നത്. അവിടെ ഇപ്പോ കാണേണ്ട ഒരു കാര്യം, 2 ബഹറാംപൂരും മൂർഷിദാബാദും തൃണമൂൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. അധിർ രഞ്ജൻ ചൗധരിയും മുഹമ്മദ് സലീമും പിറകിൽ പോയിരിക്കുന്നു. മമതാ ബാനർജിയോട് മുട്ടാനാവില്ല മക്കളെ. 33 സീറ്റിൽ 9ലേക്ക് ഒറ്റയക്കത്തിലേക്ക് 18 നിന്ന് BJP വീഴുന്നു. ഇനിയും കുറയാം. പശ്ചിമ ബംഗാൾ മമതാ ബാനർജി അപരാജിത, അക്ഷരാർത്ഥത്തിൽ അപരാജിതയായ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മമതാ ബാനർജി ദീദി ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. മോദി പഠിച്ച പണി 18 നോക്കിയിട്ടും ദീദിയുടെ ഒരു കോട്ടയും തച്ചുടയ്ക്കാനോ തൊട്ടു നോക്കാനോ കഴിയില്ല എന്ന തുറന്ന പ്രഖ്യാപനം അവിടെ ഉണ്ടാവുകയാണ്. വംഗദേശം ദീദിയുടേതാണ്. അവിടെ മമതാ ബാനർജിക്ക് പകരക്കാരില്ല. എത്ര വലിയ ഫൈറ്റാണ്. ദേശീയ നേതാക്കൾ പറന്നിറങ്ങി തൂത്തുവാരാനുള്ള ശ്രമം നടത്തുന്നു. ഇരിക്കാതെ ഉണ്ണാതെ ഉറങ്ങാതെ മമതാ ബാനർജി നടത്തിയ ഫൈറ്റിൽ ബംഗാൾ കയ്യും മനസ്സും വോട്ടും കൊടുത്തു കൂടെ നിൽക്കുന്നു. ഇപ്പോഴും 1,377 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. കാട്ടാക്കടയിൽ IB സതീഷിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ ഇലക്ഷനിൽ 23,000 വോട്ടായിരുന്നു. നിർണായകമുണ്ട് കാട്ടാക്കട. എല്ലാവരും പ്രവചിച്ചത് ബംഗാളിൽ BJPക്ക് സീറ്റ് കൂടും എന്നുള്ളതായിരുന്നു. പക്ഷേ മമതാ ബാനർജിയുടെ അവരെ തുണച്ചത് എനിക്ക് തോന്നുന്നു ഭരണവിരുദ്ധ വികാരമോ അല്ലെങ്കിൽ തൃണമൂൽ വിരുദ്ധ വികാരമോ ആ വോട്ടുകളെല്ലാം ഛിന്ന ഭിന്നമായി പോയി. BJPയിലേക്ക് പോയി, കുറച്ച് കോൺഗ്രസ് CPM സഖ്യത്തിലേക്ക് പോയി, അങ്ങനെ പല രീതിയിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് അതുകൊണ്ടാണോ ഇങ്ങനെ തൃണമൂൽ കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടായത്? കാരണം സീറ്റുകൾ വരെയാണ് BJPക്ക് അവിടെ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത്. 3 സീറ്റ് കൂടുതൽ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു. എന്ന മമതയുടെ മുദ്രാവാക്യം ദേശീയതയെ മുൻനിർത്തിക്കൊണ്ട് BJP കടന്നു വന്നപ്പോൾ വംഗദേശീയത, ബംഗാവികാരം, ബംഗാളി, ആ വികാരത്തിനാണ് മമത മുൻതൂക്കം കൊടുത്തത്. നമുക്കറിയാം, പാകിസ്ഥാനെ 2ആക്കി പിളർത്തിക്കൊണ്ട് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും ഉണ്ടാക്കിയപ്പോൾ ബംഗ്ലാദേശ് വേണം, ബംഗാൾ എന്ന ഭാഷ, ബംഗാളി എന്ന ഭാഷ, ആ ചിഹ്നങ്ങളെ അസ്തമിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ശാന്തി നികേതനിൽ അടക്കം ദേശീയത കടന്നു ചെല്ലുമ്പോൾ ബംഗാൾ വിരോധി വിസർജൻ എന്ന മുദ്രാവാക്യം ബംഗാൾ ഏറ്റെടുക്കുന്നു. കോൺഗ്രസിന് 98 സീറ്റാണ് ഇപ്പോൾ ഉള്ളത്. ബംഗാളിൽ TMC വലിയ മുന്നേറ്റം നടത്തുന്നു പറയുമ്പോൾ ഒരു സീറ്റിനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞേ പറ്റൂ. ബംഗാളിലെ കൃഷ്ണനഗർ TMC സ്ഥാനാർത്ഥി മഹുവ മൊയ്ത്ര നരേന്ദ്രമോദിയുടെ മാത്രമല്ല BJPയുടെ NDAയുടെ കണ്ണിലെ കരട് മഹുവ മൊയ്ത്രയെ എന്ത് വില കൊടുത്തും പാർലമെന്റിൽ എത്തിക്കണം എന്ന മമതാ ബാനർജിയുടെ ദൃഢനിശ്ചയം. കൃഷ്ണനഗർ മഹുവ മൊയ്ത്ര TMC സമമായ
ശാരീരിക ഭാഷയാണ്. ഇടപെടുന്നത്, സംസാരിക്കുന്നത്, ശകാരിക്കുന്നത്, രാഷ്ട്രീയം പറയുന്നത് എല്ലാം മമതയോട് മുട്ടി നിൽക്കുന്ന മഹുവ മമതയുടെ പിൻഗാമിയായി ബംഗാളിൽ കൃത്യമായ രാഷ്ട്രീയ മറുപടി BJP ക്ക് കൊടുക്കുന്നു.